ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കീർത്തന. സോ അതിരാവിലെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പളനി മുരുകനെ കാണാനാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള കടയിൽ തന്നെ നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. എത്ര വലിയ റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഇലയിലാണ് നമുക്ക് ഫുഡ് തരാറ്. ചില ഹോട്ടൽസിലൊക്കെ ആ ഇലകളൊക്കെ നമ്മൾ തന്നെ എടുത്ത് കളയണം കേട്ടോ. സോ ഇവിടെ നമുക്ക് കളയേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഗീ റോസ്റ്റ്, മസാല ദോശ, പൊങ്കൽ, ഇതായിരുന്നു നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ്. ഗൈസ്, അമ്മ പൊങ്കൽ കഴിക്കുന്നു. അപ്പോൾ മസാല ദോശ ഇവിടെ മസാല ദോശ ബാലൻസ് ഉണ്ട്. അത് അമ്മ പൊങ്കൽ കഴിച്ചതിന് ശേഷം കഴിക്കാനുള്ളതാണ്. രണ്ടുപേരും ഞങ്ങൾ നെയ് റോസ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഉമ്മയ്ക്കില്ല, അതല്ല അമ്മയ്ക്ക് വരാട്ട്. ഉമ്മയ്ക്കില്ല, അതാ വേണോ? പൊങ്കൽ വേണം. പൊങ്കൽ കഴിക്കാം. ഇത് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഒരുപാടേയും കൂടി എത്തിയിട്ടുണ്ട്. സോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേ വീണ്ടും തിരിച്ച് വണ്ടി കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 2-2.5 മണിക്കൂർ കിട്ടും നമുക്ക് പളനിയിലോട്ട്. നമ്മളെയും കാത്ത് അവിടെ കുറച്ച് ടീംസൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ ക്ഷണപ്രകാരമാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. എല്ലാ വർഷവും കർക്കിടക മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ഇവർ പഴനിക്ക് പോകാറുണ്ട്. അപ്പയെ അമ്മയെ എല്ലാ വർഷവും ഇവർ വിളിക്കെങ്കിലും ഇവർക്ക് ഇപ്പോഴാണ് പോകാനുള്ളൊരു ടൈമൊക്കെ വന്നത് കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായൊരു സമയമുണ്ടല്ലോ അല്ലേ. മുരുക, എന്തൊക്കെ വന്നാലും വെയിൽ മാത്രം വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ എന്നെ മുരുകൻ കനിഞ്ഞു ഗൈസ്. നല്ല മഴയായിരുന്നു കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാനൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്താൽ മല കയറുമ്പോൾ കുറച്ച് തണുപ്പെങ്കിലും കിട്ടും. ബട്ട് വെയിലാകുമ്പോൾ നമ്മൾ അങ്ങനെ വാടി തളർന്നു പോകും ഗൈസ്. അങ്ങനെ പളനിയിൽ എത്തി കാറൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് ഇവർ ബുക്ക് ചെയ്തിട്ടില്ല ഓഡിറ്റോറിയത്തിലോട്ടാണ്. അവിടെ എത്തിയതും നമ്മളെ നേരെ ക്ഷണിച്ചത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ട് തന്നെ അത്രത്തോളം വിശപ്പില്ലായിരുന്നു. എന്നാലും ഇവരെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതേ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഒരു ഇഡ്ഡലി മാത്രമായി പോയത്. അങ്ങനെ ഇതേ ഇവിടെയും ഇഡ്ഡലി, വട, സാമ്പാർ, ചട്നി, മുളക് ചട്നി, പൊങ്കൽ ആൻഡ് കേസരി, ഇതൊക്കെ ആയിരുന്നു കേട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ്. ഗൈസ്, സത്യം പറയാലോ, ഇതിൽ ഞാൻ കഴിച്ചത് ആ കേസരി മാത്രമാണ് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാലോ, ഒട്ടും വിശപ്പില്ലായിരുന്നു. എൻ്റെ വടയും മിഡിലൊക്കെ ഞാൻ ഉണ്ണിക്കും വേട്ടനും എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നേ. കഴിക്കുന്നതിൻ്റെ ഇടയിലൂടെ തന്നെ എന്തെങ്കിലും ഐറ്റംസ് അമ്മയ്ക്ക് വേണോ എന്നാണ് ഞാൻ ഈ സ്വകാര്യമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ കൊല്ലുന്നതിന് സമമാണ് ഗൈസ്. എൻ്റെ മനസ്സുപോലെ തന്നെ ഫുഡൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ ബാൻഡിഡിയും മേളമൊക്കെ ഇട്ടാട്ടോ ഇവർ ഈ പാൽക്കൊടും കാവടിയും ഒക്കെ എടുത്ത് മല കയറുന്നത്. നിങ്ങൾ ആ കാണുന്ന കുടത്തിലൊക്കെ പാല്, ഇളനീർവെള്ളം, കലശവെള്ളം ഇതൊക്കെയാണ് കേട്ടോ. ഇനി ഇവിടുത്തെ കുറച്ച് നേരത്തെ പൂജയ്ക്ക് ശേഷമാണ് ഈ കലശവും കാവടിയും എല്ലാം തലയിലേറ്റിയിട്ട് ഇവർ മല കയറാൻ പോകുന്നത്. ഗൈസ്, ദെൻ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ മുരുകനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും അല്ലേ. യെസ്, മലയുടെ മുകളിലുള്ളത് മുരുകൻ തന്നെയാണ്. അടിവാരത്ത് നിറയെ ക്ഷേത്രങ്ങളുണ്ട്, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്, മുരുകൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. സോ ചില ആളുകൾക്ക് മല കയറാൻ കഴിയാത്ത പക്ഷം ഇവിടെ വന്നിട്ടാണ് ഇവർ ദർശനം നടത്തി പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതേ നടന്ന് നമ്മൾ അവസാനമായിട്ട് മല കയറാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് അകത്തോട്ട് ഫോണൊന്നും അലൗഡ് ആയിരിക്കില്ല. ഫോണൊക്കെ കൗണ്ടറിൽ ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ മല കയറാൻ വേണ്ടി പോവാണ്. ഇനി നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്ത് വരുന്ന വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ ബാൻഡഡ് ഈ ഒരു എൻട്രൻസിൽ വെച്ചിട്ട് ഒരു കലാശക്കൊട്ടോടു കൂടി അവർ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ദർശനം കിട്ടി നമ്മളിതേ മലയിറങ്ങിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടത് ഫോട്ടോസാണ്. ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് സെപ്പറേറ്റ് ക്യാമറാമാനെ വെച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയും കേട്ടോ.
ദെൻ നമ്മളിതേ ഒരു കുട്ടി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഗൈസ് നിങ്ങളൊന്ന് വിചാരിക്കരുത്, ജാൻവി എൻ്റെ ഈ സൈഡിൽ ഇരുന്നിട്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നിങ്ങളെ കേൾക്കുന്നത് കേട്ടോ. എന്താ വേണ്ടേ? അത് മതി, അപ്പം വാങ്ങി തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഹോളിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ മലയിറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ സമയം 6 മണി. ഇപ്പോഴാണ് കേട്ടോ നമ്മളിത് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നത്. നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഫുഡിന് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ദെൻ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് കാലത്തിൽ പോയിട്ടുള്ള അടിവാരത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ കയറിയിട്ടാട്ടോ മടങ്ങിയത്. ഫുഡും കൂടി കഴിച്ചപ്പം എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് കാർ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ നേരെ വീട്ടിലോട്ടേക്കാണ് പോകുന്നത്. ഇവിടുന്ന് നമുക്കൊരു 2-2.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ദർശനമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോവാണ്. ഇതിനിടയിൽ നമ്മൾ ജാൻവിയെ തങ്കത്തൊട്ടിൽ കിടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവരുണ്ടാക്കിയ പ്യുവർ ഓർഗാനിക് പഞ്ചാമൃതം ഉണ്ട്. സോ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.